ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ചീരുപ്പേരി ഉണ്ടാക്കാൻ അറിയാത്തവർക്കാണ് ചീരുപ്പേരി ഉണ്ടാക്കാൻ പറഞ്ഞത്. അതിന് ആദ്യം ചീര അരിഞ്ഞു കൊടുക്കണം. അത് കഴിഞ്ഞ് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുക്കണം. ഇനി ചട്ടി ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കണം. നമ്മൾ വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ടെടുത്ത് പൊട്ടിച്ചെടുക്കുക. ഇനി കടുക് നന്നായി പൊട്ടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 2 പിടി ഉള്ളി ഇട്ട് കൊടുക്കുക. ചെറിയുള്ളിയോ സവാളയോ ഇട്ട് കൊടുക്കാം. ഏറ്റവും നല്ലത് ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നതാണ്, കാരണം അതിൻ്റെ രുചി വേറെ ഒന്നല്ലേ. ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ രുചി അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കറിവേപ്പില. പിന്നെ അത് കൂടാതെ 2 ഉണക്കമുളക് ഇങ്ങനെ നട്ടു പൊട്ടിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സായി വന്ന് നല്ല തൂമിച്ച മണം വരുമ്പോൾ ഇതിലേക്ക് എന്ത് ചെയ്യുക, ചീര ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ അരിഞ്ഞ ചീര ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യാനുസരണം ഇട്ട് കൊടുത്തോളൂ കേട്ടോ നിങ്ങളിപ്പോൾ. ഇനി നമുക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഇവിടെ ഇപ്പോൾ ചീര കുറച്ചൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, അല്ല അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചീര വെന്ത് വന്നിക്കണമെങ്കിലും അതിനുള്ളിലെ വെള്ളം വറ്റിയിട്ടില്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാം, അടച്ചത് തുറന്ന് വെച്ചിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് അതിലെ വെള്ളം വറ്റിച്ചെടുക്കുക. ഇനി അതിലെ വെള്ളം വറ്റി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടം അനുസരിച്ച് മുട്ട ഇട്ട് കൊടുക്കുക. ഞങ്ങളിവിടെ 2 മുട്ടയും ഇട്ട് കൊടുത്തിക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ മുട്ടയും ചീരയും കൂടെ നന്നായി ചേർന്ന് വരുന്ന രീതിക്ക് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി അവസാനമായിട്ട് അതിലേക്ക് കുറച്ച് നമ്മളെ രുചി അനുസരിച്ച് തേങ്ങ ചിരകിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് തീർച്ചയായും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം, കാരണം അത് അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ട്. ചീര ഇഷ്ടമില്ലാത്തവർക്ക് ഇഷ്ടമാവും. അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ ബായ്.